പ്രതീക്ഷയറ്റ പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളുടെ ജീവിതം നരകതുല്യം. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോവില്ല. ശക്തമായി കാറ്റടിച്ചാൽ തകർന്നു വീഴുന്ന ലയത്തിനുള്ളിലാണ് കുറേയേറെ ജീവിതങ്ങൾ അന്തിയുറങ്ങുന്നത്. കാലവർഷം എത്തിയിട്ടും ലയങ്ങളുടെ നവീകരണം നടത്താൻ തൊഴിൽ വകുപ്പ് ഇനിയും തയ്യാറായിട്ടില്ല. സർക്കാർ വാഗ്ദാനങ്ങൾ നൽകി തൊഴിലാളികളെ വഞ്ചിക്കുന്നതല്ലാതെ നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം. മനസാക്ഷി മരവിപ്പിക്കുന്ന തരത്തിലാണ് പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികളുടെ ജീവിതം. ഏതു സമയവും തകർന്നു വീണ് ജീവൻ പൊലിയുന്ന തരത്തിലുള്ള ലയത്തിലാണ് തൊഴിലാളികൾ അന്തി ഉറങ്ങുന്നത്. പ്രായം ചെന്നവരും മക്കളും കൊച്ചുമക്കളുമായാണ് ഇവരുടെ താമസം. കാലവർഷം ഇനി എത്തിക്കഴിഞ്ഞു. നനഞ്ഞൊലിക്കുന്ന വീടുകളിലാണ് ഓരോ തൊഴിലാളികളും കുടുംബത്തോടൊപ്പം അന്തി ഉറങ്ങുന്നത്. തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല, മൊത്തം അടുക്കളക്കകത്താ വീഴുന്നത്. മുറി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടും, പേടിച്ചിട്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. ഏത് നിമിഷവും പൊട്ടിപ്പൊടിഞ്ഞ് തലമുറ മണ്ടയിലേ വീഴത്തുള്ളൂ. തോട്ടം പൂട്ടിയത് മുതൽ യൂണിയൻ നേതാക്കൾ വീതിച്ചു നൽകിയ ഭൂമിയിൽ കുളിന്നുതുള്ളിയും പുറംപടിക്ക് പോയാണ് പട്ടിണി അകറ്റുന്നത്. ഒരാഴ്ചക്കാലം രക്തം വിയർപ്പാക്കിയ തോട്ടത്തിൽ ജീവൻ പണയത്താണ് തൊഴിലാളികൾ ഓരോ നിമിഷവും അന്തി ഉറങ്ങാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്ത മൊത്തം ചോരുവാ, ഞങ്ങൾക്ക് കിടക്കാനേ പേടിയാ. അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. നമ്മൾ ആരോട് പറയാന്, പറയുന്നവരൊന്ന് നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നു. ജീവനും ജീവിതത്തിനുമിടയിൽ കുടുംബാംഗങ്ങളുമായി ഒറ്റമുറി ലയത്തിൽ താമസം തുടങ്ങിയിട്ട് ഒരാഴ്ചക്കാലമായി. സർക്കാർ കോടികൾ ഇവരുടെ പുനരുദ്ധാരണത്തിന് ബജറ്റിൽ അനുവദിക്കുകയും നടപടികൾ പൂർത്തിയായി എന്ന് രേഖകൾ പറയുന്നതല്ലാതെ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പകരമാണ് ഞങ്ങൾ പേടിച്ചാണ് ഇതിനകത്ത് ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നത്. ഇപ്പം കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഏതവസ്ഥയിൽ എത്തുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആർക്കൊക്കെ ജീവൻ മിച്ചം കാണുമെന്നും പറയാനൊക്കെയല്ല. ലയം തകരുന്നത് പകലാണെങ്കിൽ ഓടിയെങ്കിലും രക്ഷപ്പെടാൻ കഴിയും. രാത്രിയിലാണെങ്കിൽ ജീവൻ പൊലിഞ്ഞത് തന്നെ. തോട്ടത്തിലെ തൊഴിലാളികളോട് കടുത്ത വഞ്ചനയാണ് അധികൃതർ കാണിക്കുന്നതെന്നാണ് തൊഴിലാളികൾ ആരോപണം ഉന്നയിക്കുന്നത്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.